ബാക്ക് ടു ബ്രേക്കിംഗ് ആഴ്സ്. ഉത്തർപ്രദേശിൽ SIR നടപടികൾ പൂർത്തിയാക്കിയില്ലെന്ന് ആരോപിച്ച് BLOമാർക്കെതിരെ കേസ്. 60 ബൂത്ത് ലെവൽ ഓഫീസർമാർക്കെതിരെയാണ് നോയിഡ ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. 181 BLOമാരെ പിരിച്ചുവിടാനും നിർദ്ദേശിച്ചു. അതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാരെ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് വീണ്ടും രംഗത്തെത്തി. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, SIRൽ എന്യൂമറേഷൻ ഫോം വിതരണത്തിനായി കൃത്യമായ സമയ ക്രമമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കാത്തവർക്കെതിരെ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണോ? എന്താണ് UPയിൽ SIRമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ? ഉത്തർപ്രദേശിൽ SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് BLOമാർക്കെതിരെ കേസെടുത്തു. അതോടൊപ്പം തന്നെ ചിലരെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയ നടക്കമുള്ള വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. 60 BLOമാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ 7 സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നാണ് നോയിഡയിൽ നിന്നുള്ള വിവരം. നോയിഡ ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ, അതായത് ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ 5% പോലും ജോലികൾ പൂർത്തിയാക്കാൻ ഇവർ കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിക്ക് ശുപാർശ ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ആളുകളും അംഗനവാടി ജീവനക്കാരാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമല്ല, അത് കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുക കൂടി ചെയ്യണം. അത്തരത്തിൽ നടപടിക്രമങ്ങൾ വരുത്തുന്നതിൽ അതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നാണ് ഇപ്പോൾ ഇതിൽ ജില്ലാ കളക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം 181 BLOമാരെ പിരിച്ചുവിടാൻ നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും BLOമാർ വലിയ സമ്മർദ്ദത്തിലാണ് എന്ന വിമർശനം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പിരിച്ചുവിടലും ഒപ്പം കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കേസെടുക്കുന്നത് അസാധാരണമായ സാഹചര്യം എന്നുകൂടി വേണം പറയാൻ. പ്രത്യേകിച്ച് പലയിടത്തും BLOമാർ അവരുടെ ഈ ജോലി പൂർത്തിയാക്കാൻ വലിയ സമ്മർദ്ദത്തിലാണ് ഉള്ളത് എന്ന വാർത്തകൾ വരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസെടുക്കുകയും പിരിച്ചുവിടുകയും ചെയ്ത നടപടി ഉണ്ടായത് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം നേരത്തെ പശ്ചിമ ബംഗാൾ ഒരു BLO ഇന്നലെ ആത്മഹത്യ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് ഒരു BLO കുഴിഞ്ഞു വീണ് മരിച്ചു. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിൽ SIRമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശനം നേരിടുകയാണ്. കാരണം സമയക്രമത്തിന്റെ പേരിൽ BLOമാരെ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് വിമർശനം ഉള്ളത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. എത്രയും വേഗം ഇത് പൂർത്തിയാക്കാനുള്ള വ്യഗ്രത മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളത് എന്നാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. സമ്മർദ്ദം മുഴുവൻ BLOമാർക്കാണെന്നും ഇതുമൂലം കൃത്യമായ രീതിയിൽ അവർക്ക് ജോലി ചെയ്യുവാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനോ കഴിയുന്നില്ല എന്ന് പോലും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ പശ്ചിമ ബംഗാളിൽ ഒരു BLO ആത്മഹത്യ ചെയ്തിരുന്നു. വനിതാ BLO ആണ് ആത്മഹത്യ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നോയിഡ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 60 BLOമാർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 181 പേരെ പിരിച്ചുവിടാനുള്ള തീരുമാനം കൂടി അവിടെ കളക്ടർ എടുത്തിരിക്കുന്നു. ആ നിർദ്ദേശം ഉദ്യോഗസ്ഥർ കൈമാറുകയും ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും 5% പോലും ജോലികൾ പൂർത്തിയാക്കാത്ത ആൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് വിവരം ഉള്ളത്. സുജയ.